പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം, അല്ലെങ്കിൽ ഇത് ഗവൺമെൻറ്റിനെ കൊച്ചാക്കാൻ വേണ്ടി പെരുപ്പിച്ച് കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമീപനം കാണുന്നുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ സിസ്റ്റത്തിലിപ്പോൾ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സാമാന്യം മെച്ചപ്പെട്ടതാണ്, ഏറ്റവും മെച്ചപ്പെട്ടതാണെന്ന് പറയാം. പക്ഷേ അതൊരു പുതിയ സംഭവമല്ല. അത് 80കളും 70കളും മുതലും തന്നെ ഇപ്പോൾ നോക്കിയാലും നമ്മൾ മറ്റ് സ്റ്റേറ്റിനേക്കാളും മുമ്പിലാണ്. അത് തുടർന്നുകൊണ്ട് വരുന്നുണ്ട്. ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിനാരും. പക്ഷേ നമുക്ക് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഈ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ജീവിത ദൈർഘ്യം വർദ്ധിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ജീവിത ദൈർഘ്യം വർദ്ധിക്കുമ്പോൾ ആളുകൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കും, അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും, വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും കോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ചികിത്സാ ചെലവ് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 60-70% ബെഡുകൾ പ്രൈവറ്റ് ആശുപത്രികളിലാണ്, പ്രൈവറ്റ് സെക്ടറിലാണ്. അപ്പോൾ ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പ്രസവത്തിൻ്റെ കാര്യം എടുത്താൽ സർക്കാരിൽ ഒരു കാലത്ത് എല്ലാ പ്രസവങ്ങളും സർക്കാർ ആശുപത്രികളിൽ നടന്നിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം വളരെ വളരെ അപൂർവമാണ്. പാവപ്പെട്ട ആളുകൾ പോലും പ്രൈവറ്റ് ആശുപത്രികൾ അന്വേഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഏറ്റവും മുമ്പിലാണ് എന്നുള്ള ഒരുതരം ധാരണ. ആ ധാരണയിൽ കുറച്ച് വാസ്തവം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ സ്വയം വിമർശിക്കാൻ മടിക്കുന്നു. നമ്മുടെ പെശകുകൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കി. അതിപ്പോൾ ഞാൻ ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ വെച്ച് പറയുന്നതല്ല, പൊതുവേ ആ ഒരു ട്രെൻഡ് നമുക്കുണ്ട്. അപ്പോൾ ഹെൽത്ത് സർവീസ് ആയിട്ട് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറുമായിട്ട് സംബന്ധിച്ച് എന്ത് ചർച്ച വരുമ്പോഴും നമ്മളങ്ങ് വളരെ മുമ്പിലാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊരു അപ്രോച്ച് പോളിസി മേക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അത് അത് മുഴുവൻ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കിയാൽ തന്നെ നമ്മളോടൊപ്പമോ അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ വളരെ അടുത്ത കാലത്തായിട്ട് വളരെ മെച്ചപ്പെട്ടിട്ടുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട് ഒരു നല്ല ഉദാഹരണമാണ്. വളരെ നല്ല സർവീസ് കിട്ടുന്ന ഹെൽത്ത് സർവീസ് ഉള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. എന്നാലും അവർ നമ്മളോളം എത്തിയിട്ടില്ല. ചില സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ അവർക്ക് ഇനിയും കുറച്ചും കൂടെ പോകാനുണ്ട്. പക്ഷേ അവരുടെ പ്രോഗ്രസ് വളരെ ഫാസ്റ്റാണ്. അതുപോലെ ഹിമാചൽ, അങ്ങനെ ഒരുപാട് തെലങ്കാന, അങ്ങനെ പല സംസ്ഥാനങ്ങളും മെച്ചമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മളായിരിക്കില്ല ഏറ്റവും മുമ്പിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റിയെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അത് വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഒരു ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം വരുമ്പോൾ അതൊരു പ്രോബ്ലമാണെന്ന് അംഗീകരിക്കുകയും എന്താ കാരണം എന്ന് അന്വേഷിക്കാനുമുള്ള ഒരു ഓപ്പൺനെസ് ഉണ്ടാവണം നമുക്ക്. എന്നാലേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന പിഴവെന്ന് പറയുന്നത് ഇപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് സംഭവിച്ച കാര്യം തന്നെ എടുത്താൽ എന്തുകൊണ്ടാണ് നിരന്തരമായ അപേക്ഷകൾക്ക് ശേഷം ആ സാധനം വാങ്ങിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ അതിനാരും ഉത്തരവാദിയല്ല. ഇപ്പോൾ സൂപ്രണ്ടിനെ കുറ്റം പറയാൻ പറ്റില്ല, പ്രിൻസിപ്പളിനെ കുറ്റം പറയാൻ പറ്റില്ല, DMA കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ആരാണ് ഉത്തരവാദി? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇപ്പം സാധാരണ ഒരു എന്ത് സംഭവം നമ്മൾ എന്ത് പ്രസ്ഥാനം നടത്തുകയാണെങ്കിലും ഓരോ ലെവലിലും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുമല്ലോ. ഇപ്പോൾ ഇവൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഉണ്ടല്ലോ, ഇന്ന ലെവലിലുള്ള കാര്യത്തിന് ഇന്ന ആൾ ഉത്തരവാദിയാണെന്ന് പറയും. അവിടെ വീഴ്ച വന്നാൽ അയാളെയാണ് നമ്മൾ കുറ്റം പറയുക, അല്ലെങ്കിൽ അയാളോടാണ് വിശദീകരണം ചോദിക്കുന്നത്. ഇവിടെ വിശദീകരണം ചോദിക്കാൻ ആരോടാണ് വിശദീകരണം ചോദിക്കുന്നത്? ഇപ്പോൾ ഹാരിസിനോട് വിശദീകരണം ചോദിക്കാൻ പറ്റുമോ? കാരണം അദ്ദേഹമാണിത് റേസ് ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ടെന്ന് അംഗീകരിച്ചാലേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല ഹസ്കർ, ഇതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഡോക്ടറുടെ പ്രശ്നം വരുന്ന ഘട്ടത്തിൽ ശത്രുക്കൾക്ക് വടി കൊടുക്കുന്നു എന്നൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. അതിൻ്റെ പിന്നാലെ അദ്ദേഹം വല്ലാതെ ആക്രമിക്കപ്പെടുന്നു പാർട്ടി മിഷണറിയുടെ മുഴുവൻ ഭാഗത്ത് നിന്ന്. ഈ ശത്രുക്കൾക്ക് വടി കൊടുക്കുക എന്നുള്ള പ്രയോഗം, ആരാണ് ശത്രു എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ ഹസ്കർ. നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ തന്നെ അകത്തുള്ള ആളുകൾ വിമർശിക്കുന്നു. നമ്മുടെ ഡോക്ടർമാർ, നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ ഈ ശത്രുവിന് വടി കൊടുക്കുന്നു എന്ന പ്രയോഗം വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിശദീകരിക്കാൻ താങ്കൾക്ക് കഴിയുമായിരിക്കുമോ? നിഷാദ്, ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് കാണേണ്ടത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ അതാണ് പറഞ്ഞത്. വളരെ കൃത്യമായി ഡോക്ടർ ഹാരിസ് പറഞ്ഞു വെച്ചതിനെ തുടർന്ന് ഹാരിസ് പറഞ്ഞ സതുദ്ദേശപരമായിട്ടുള്ള തിരുത്തലുകൾ ഗവൺമെൻറ് വരുത്തി. അത് അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. നിങ്ങൾ കേരളത്തിൻ്റെ സിസ്റ്റത്തെ, ആരോഗ്യ മേഖലയിലെ സിസ്റ്റത്തെ അഭിനന്ദിക്കുന്നതിന് പകരം ഇകഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വലിയ വിമർശനമാണ് ഇക്കാര്യത്തിലുള്ളത്.